പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിറഞ്ഞ സാന്നിധ്യമായി ഞങ്ങളോടൊപ്പം നടക്കുന്ന അങ്ങേ കർത്താവെ തിരിച്ചറിയാൻ ശ്രവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോട് ചേർന്ന് നടക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ട്. അങ്ങയെ അനുഭവിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷം ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ ജീവിത വഴിയിൽ അങ്ങയുടെ പ്രകാശം, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തിയാണ്. വിജയം നൽകുന്ന അങ്ങയുടെ സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ കൂടെയുണ്ട്. അങ്ങ് ലോകത്തെ കീഴടക്കിയവനാണ് എന്നുള്ള വചനം ഞങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. ഈ ദിനം കർത്താവിന്റെ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിന്റെ ആ വചനം കേട്ട് ഓരോ ദിവസവും നമ്മൾ ധ്യാനിച്ച് മുന്നോട്ട് പോകുന്ന ദിനങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ 14-ാം തീയതിയിലേക്ക് കടക്കുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വലിയൊരു സന്ദേശമുണ്ട്. എൻ്റെ ജീവിതം ദൈവത്തിന്റെ വിളി കേട്ടുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവവിളി എന്ന് പറയുമ്പോൾ നമ്മളധികം പുരോഹിതർക്കുള്ള വിളിയാന്ന് വിചാരിക്കും. അതല്ല, ദൈവം ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടായിരിക്കണം. പേര് ചൊല്ലി നമ്മളെ വിളിക്കുന്നുണ്ട്. അത് കേൾക്കാനായിട്ട് നമ്മുടെ കാതുകളെ നമ്മൾ ഒരുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം അതിന്റെ 3-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്രകാരം: സാമുവേൽ ആ ദേവാലയത്തില് അവിടെ വിശ്രമിക്കുമ്പോൾ, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വരം കേൾക്കുകയാണ്. അപ്പോൾ സാമുവേൽ എഴുന്നേറ്റ് പുരോഹിതനായ ഏലിയുടെ അടുക്കൽ ചെന്ന് ചോദിക്കേണ്ട, എന്നെ അങ്ങ് വിളിച്ചോ? അപ്പോ ഇല്ല എന്ന് പറയുന്നു. വീണ്ടും സ്വരം കേൾക്കുന്നു, വീണ്ടും എഴുന്നേറ്റ് പോകുന്നു, വീണ്ടും ഇല്ല എന്ന ഉത്തരമാണ് ആ പുരോഹിതന്റെ അടുത്ത് കിട്ടുന്നത്. അപ്പോ ഈ സാമുവേൽ ദേവാലയത്തിൽ വളരുന്ന ആ ഒരു ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനാണ്. പിന്നീട് 3-ാമതും വിളി കേൾക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണ്, സാമുവേൽ സാമുവേൽ. അപ്പോൾ സാമുവേൽ പോയിട്ട് ഏലിയോട് ചോദിക്കുകയാണ്, പുരോഹിതൻ ചോദിക്കുകയാണ്, അങ്ങനെ വിളിച്ചോ? അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ പ്രത്യേകതയുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു, ഇനി നീ വിളി കേൾക്കുമ്പോൾ പറയണം, കർത്താവെ അങ്ങ് അരുളി ചെയ്താലും ദാസൻ ഇതാ ശ്രവിക്കുന്നു. അപ്പോൾ 3-ാമത് ദൈവം വിളിക്കുമ്പോൾ ഇപ്രകാരം ആ ദൈവത്തിന്റെ സ്വരത്തിന് കാതുകൊണ്ടിട്ട് ഇങ്ങനെ ഉത്തരം പറയുകയാണ്, കർത്താവെ ഇത് അങ്ങയുടെ ദാസൻ ശ്രവിക്കുന്നു, അരുളി ചെയ്താലും ഇത് ദാസൻ ശ്രവിക്കുന്നു. എത്ര മനോഹരമായിട്ടുള്ള ഒരു ദൈവത്തിന്റെ വിളിക്കുള്ള പ്രത്യുത്തരമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ലോകത്ത് ദൈവം നമ്മളെ എന്നും വിളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവം വിളിക്കാത്തതല്ല പ്രശ്നം, പക്ഷെ കേൾക്കാനുള്ള നമ്മുടെ ആ ഒരു മനസ്സ് കേൾവിക്കുറവാണ്. നമ്മൾ സെലക്റ്റീവ് ലിസണിങ് എന്ന് പറയും. ലോകത്തിലാണ് നമ്മുടെ ശ്രദ്ധ. ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ്, നമ്മൾ കൂടെയായിരിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്നത്. ക്രിസ്മസ് കാലം നമ്മൾ കടന്ന് ഈ ഒരു ദൈവം തന്നെ വെളിപ്പെടുത്തിയ ഈ ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നമ്മോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, നിരന്തരം നമ്മളെ വിളിച്ച് തന്റെ കൂടെ നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് 2-3 കാര്യങ്ങൾ ആവശ്യമാണ്. ആ സ്വരം കേൾക്കാനായിട്ടുള്ള ശബ്ദം. ഇന്ന് നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തിരക്കുകൾ കൂടുതലാണ്, നിശബ്ദതയില്ല, ശാന്തതയില്ല. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തില് ദൈവം പിന്നെ ഏലിയായ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഭൂകമ്പത്തിലോ അല്ലെങ്കിൽ അഗ്നിയിലോ ഒന്നുമല്ല, ദൈവം ശാന്തതയിലാണ്. അപ്പൊ അല്പം ഒന്ന് ശാന്തമായിരിക്കാൻ ഈ ദിവസം ദൈവം നമ്മോട് പറയാം, എന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ, എന്റെ വിളി കേൾക്കാൻ, ആ വിളിക്ക് കാതോർത്തുകൊണ്ട് നീ എന്നോട് ചേർന്ന് നടക്കാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു വിളിയാണ് ഒരു ക്രിസ്തീയ വിശ്വാസത്തില് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള മാമോദീസായിലെ വിളി എന്ന് പറയും. അപ്പോൾ വിളി കേൾക്കാനായിട്ട് നമുക്ക് വേണ്ടത് നിശബ്ദതയിൽ ദൈവത്തിന്റെ സ്വരം നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. വിളി കേൾക്കുന്ന ഹൃദയം എന്താണ്? അനുസരണമുള്ള ഹൃദയം, അനുസരിച്ച് ദൈവത്തെ കേൾക്കാനുള്ള ഒരു മനസ്സ്, അതിനുവേണ്ടി കാത്തിരിപ്പ്. അപ്പൊ ദൈവം നമ്മോട് സംസാരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഈ ദൈവത്തിന്റെ സ്വരം കേൾക്കാതെ ജീവിക്കാൻ പറ്റില്ല. ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോരുത്തർ സൃഷ്ടിച്ചേക്കണം. പക്ഷെ നമ്മൾ ഈ ലോകത്തിൽ മറ്റെന്തിനൊക്കെ വേണ്ടി ജീവിക്കുക, പല കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കണം. അതുകൊണ്ട് നമ്മൾ ലോകത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുക. ലോകത്തിന്റെ കാര്യങ്ങൾ, ലോകത്തിന്റെ സുഖങ്ങൾ, ലോകം നൽകുന്ന പണം, ലോകത്തിന്റെ സൗകര്യങ്ങൾ, വിജ്ഞാനം, ഇതെല്ലാം അന്വേഷിച്ച് നമ്മൾ പോവുകയാണ്. ദൈവത്തിന് അകലെയായിട്ട് നടക്കുന്ന ഒരു ജീവിതം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ദുഃഖമാണ്, നിരാശയാണ്. പക്ഷെ ദൈവം നമ്മളെപ്പോഴും സന്തോഷഭരിതനായിട്ട് നടക്കാനാണ് ദൈവം നമ്മളാക്കി. ആദം തന്നെ നമുക്കറിയാം, ആദത്തിന് എപ്പോഴും ഒരു ദുഃഖമാണ്, ഒരു എന്തെന്നാണ് ഏകാന്തത അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് ആ ഏകാന്തതയും ദൈവം ആദത്തെ കൂടുതലായിട്ട് എന്തെന്നാണ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവം ഹവ്വായെ നൽകുന്നത്. അവിടെയും ആദം ചെയ്യേണ്ടിയിരുന്നത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളത്, ദൈവത്തെ ശ്രവിക്കുക. നമ്മൾ ഈ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച്, അവിടുത്തെ ആ സാന്നിധ്യത്തിൽ ജീവിക്കാനൊക്കെ വിളിക്കപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് വിളിക്കുമ്പോൾ വിളിക്ക് പ്രത്യുത്തരം തരുക.
ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിൽ ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. നീ ഇതേ വഴിയിലൂടെ പോവുക. മനസാക്ഷിയിലൂടെ, നമ്മുടെ ആത്മാവിലൂടെ ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. ആ വിളിക്ക് കാതോർക്കാൻ, ആ സ്വരം കേട്ട് ജീവിക്കാൻ, അവിടെ യഥാർത്ഥ സന്തോഷം, സമാധാനം അനുഭവിക്കാൻ മറ്റെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിനേക്കാളേറെ ആവശ്യമുള്ളത് ജീവിക്കുന്നവനായ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അതിൽ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേക്കായിട്ട് ഞങ്ങളെ സൃഷ്ടിച്ചു. ഞങ്ങളുടെ ആത്മാവ് യഥാർത്ഥത്തിൽ സംതൃപ്തി അടയുന്നത് അങ്ങയെ സ്വന്തമാക്കുമ്പോഴാണെന്ന് തിരിച്ചറിയുന്നു. കർത്താവേ, അങ്ങയുടെ വിളി കേട്ട് ജീവിക്കുന്നവരാകാൻ. ഞങ്ങൾ ലോകത്തിന്റെ പല സ്വരങ്ങളിലും ഞങ്ങൾ പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നിരാശയും ദുഃഖവും ഒക്കെയാണ്. ജീവിത പ്രതിസന്ധികൾ നേരിടാൻ ഞങ്ങൾക്കാകുന്നില്ല. കർത്താവെങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. അങ്ങയുടെ സ്വരം കേട്ട് അങ്ങ് കാണിച്ചിരുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകാനുള്ള വലിയ കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. അതിനായി ദിനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.